ഒരു വർഷത്തിന് മേലെയായിട്ട് ഗസയിൽ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും തുടർച്ചയായി സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സയനിസ്റ്റ് ഭരണകൂടം. അപ്പോൾ അതൊന്നും കണ്ണിൽ കൊള്ളാത്ത, കാഴ്ചയിൽ പെടാത്ത പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടെലവീവിൽ 2 മിസൈൽ വന്ന് വീഴുമ്പോഴേക്കുമാണ് അതൊരു വലിയ പാതകമായി മാറുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോരോ കാര്യങ്ങൾ പറയുക, അത് ചെയ്യും ഇത് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നൽകുക, എന്നിട്ട് അത് ലംഘിക്കുക. ആദിവാസികളുടെ കാര്യത്തിൽ ഇത് ആവർത്തിച്ച് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നിലമ്പൂർ നിന്നാണ് ഈ സമരം കഴിഞ്ഞ വർഷം നടന്നത്. കാരണം അവിടെയുള്ള ആദിവാസികളാണ് അവർ. കളക്ടർ നൽകിയ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് ഈ വീണ്ടും സമരം ചെയ്യേണ്ടി വന്നതെന്നുള്ളത് കൊണ്ടാണ് അവർ സമരത്തിനെ മലപ്പുറം കളക്ടറേറ്റ് പടിയിലേക്ക് മാറ്റിയത്. വിഷയം നിലമ്പൂരാണ്. തൊഴിലാളി സമരങ്ങളിലൂടെയാണ്, ലോകതലത്തിൽ നടന്ന സമരങ്ങളിലൂടെയാണ് 8 മണിക്കൂർ പണി ദിവസം സ്ഥാപിക്കപ്പെട്ടത് തൊഴിലാളികളുടെ ഒരു അവകാശം എന്ന നിലയ്ക്ക്. അതിനെയാണ് കുറേ വർഷങ്ങളായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ തന്നെയുള്ളൊരു വെല്ലുവിളിയായിട്ട് ഇതിനെ മനസ്സിലാക്കുകയും അതിനെ ചെറുക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടം ഇറാന് നേരെ നടത്തിയിരിക്കുന്ന കടന്നാക്രമണമാണ് ഇപ്പോൾ ലോകതലത്തിൽ മുഴച്ചു നിൽക്കുന്നൊരു സംഭവവികാസം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് അവിടം വിട്ട് ഒരു വലിയൊരു യുദ്ധമായി തന്നെ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും US സാമ്രാജ്യത്വം അതിൽ നേരിട്ട് ഇടപെടാനായിട്ടുള്ള സാധ്യതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ രാഷ്ട്രതലവനെ എവിടെയാണുള്ളത് ഞങ്ങൾക്കറിയാം, എപ്പോൾ വേണമെങ്കിലും കൊന്നുകളയും ഞങ്ങൾ എന്നൊക്കെ തികഞ്ഞ സാമ്രാജ്യത്വ ധാർഷ്ട്യത്തോടു കൂടിയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ അതിലൂടെ വ്യക്തമാകുന്നുമുണ്ട്. ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ സാധാരണക്കാർ താമസിക്കുന്ന, സിവിലിയന്മാർ താമസിക്കുന്ന പല കെട്ടിടങ്ങൾക്കും നേരെ സയനിസ്റ്റ് ഭരണകൂടം ആക്രമണം അഴിച്ചുവിട്ടു. അത് ഇറാനിയൻ പട്ടാള തലവന്മാരെ മറ്റൊക്കെ വധിക്കാനായിട്ടാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മറ്റ് നിരവധി ആൾക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ആൾനാശം പല കണക്കുകളുമുണ്ട്. 200 മുതൽ 400 വരെയൊക്കെ ഉണ്ട്. പക്ഷെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആൾനാശം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഇറാൻ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെലവീവിനും മറ്റുമേരെ ഇതേപോലെ മിസൈൽ ആക്രമണം നടത്തി. അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്കും മറ്റും നേരെ മാത്രമല്ല സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് വലിയ വിഷയം. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞു. ഒരു വർഷത്തിന് മേലെയായിട്ട് ഗസയിൽ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും തുടർച്ചയായി സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സയനിസ്റ്റ് ഭരണകൂടം. അപ്പോൾ അതൊന്നും കണ്ണിൽ കൊള്ളാത്ത, കാഴ്ചയിൽ പെടാത്ത പാശ്ചാത്യ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടെലവീവിൽ 2 മിസൈൽ വന്ന് വീഴുമ്പോഴേക്കുമാണ് അതൊരു വലിയ പാതകമായി മാറുന്നത്. ഇറാൻ്റെ ഭരണാധികാരികൾ ആണവായുധ നിർമ്മാണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ ആക്രമണം നടത്തുന്നതെന്നാണ് സയനിസ്റ്റ് ഭരണാധികാരികൾ നെതന്യാഹുവും മറ്റൊക്കെ അവകാശപ്പെടുന്നത്. എന്നാൽ US വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലപ്പത്തുള്ള
ആൾക്കാർ, പ്രത്യേകിച്ചും അതിന് ട്രംപ് തന്നെ നിയമിച്ച തുളസി ഗബാർഡ് പോലുള്ള ആൾക്കാർ അങ്ങനെ ഒരു ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ എത്തിയിട്ടില്ല എന്ന് അവരുടെ നിയമസഭയിൽ പരസ്യമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ്റെ ആണവായുധ നിർമ്മാണത്തെ തടയലൊന്നും അല്ല ഈ യുദ്ധത്തിൻ്റെ, ഈ ആക്രമണത്തിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യമെന്ന് വ്യക്തമാകും. മാത്രമല്ല, ഇത് പറയുന്ന സയനിസ്റ്റുകൾ അവരുടെ കൈവശം ആണവായുധങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്, മിസൈലുകളും ആണവായുധങ്ങളുള്ള മിസൈലുകളും മറ്റും സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 70 വർഷമായി. 60കളിലാണ് അവരാദ്യമായിട്ട് ഒരു ആണവായുധം ഉണ്ടാക്കിയത്. അന്ന് മുതലേ പാശ്ചാത്യ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കെല്ലാം തന്നെ നല്ലപോലെ അറിയാമായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ അവർ ഭാവിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് അവർക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിവരം അവസാനം വെളിപ്പെടുത്തിയ ഈ സയനിസ്റ്റുകളുടെ ഈ ആണവായുധ പദ്ധതിയിൽ പങ്കാളിയായിരുന്നൊരു വ്യക്തി പിന്നീട് സയനിസ്റ്റ് നിലപാടുകളിൽ നിന്ന് തെറ്റിമാറി പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും രാജ്യം വിട്ടു പോവുകയും ചെയ്തതിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യം വെളിപ്പെടുത്തിയത്. അപ്പോഴാണ് ലോകം മുഴുവൻ അറിയുന്നത് അനിഷേധ്യ യാഥാർത്ഥ്യമായിട്ട്. അന്ന് അയാളെ പിടിക്കാനായിട്ട് വന്ന മൊസാദ് ഏജൻറ്റുകളെ പാശ്ചാത്യ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ പോലീസൊക്കെ തന്നെയാണ് സഹായിച്ചത്. അങ്ങനെയാണ് അയാളെ പിടിച്ചുകൊണ്ട് ഇസ്രായേലിൽ വീണ്ടും കൊണ്ടുപോയി രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നത്. അപ്പോൾ വിഷയം ഇതാണ്, 70 വർഷമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിച്ച് എല്ലാ സജ്ജീകരണങ്ങളോടും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് മറ്റൊരു രാജ്യം ആണവായുധ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതായത് പശ്ചിമേഷ്യയിൽ മറ്റൊരു ആണവായുധ ശക്തി ഉണ്ടാകരുത്, അതാണ് വിഷയം. ഇതിനു മുമ്പ് സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ആണവ നിലയങ്ങൾ സ്ഥാപിക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് നിൽക്കില്ല, അത് അടുത്ത പടിയായിട്ട് ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോട് ഒത്താശയോടുകൂടി സയനിസ്റ്റുകൾ ഈ സിറിയയിലും ഇറാഖിലെയും ആണവ നിലയങ്ങൾ ആക്രമിക്കുകയുണ്ടായി നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ കൃത്യമായിട്ടും പശ്ചിമേഷ്യയിൽ മറ്റൊരു ആണവായുധ ശക്തി ഉണ്ടാകരുത്. കാരണം അങ്ങനെ ഒരു ആണവായുധ ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ സയനിസ്റ്റ് ഭരണത്തിലൂടെ പശ്ചിമ സാമ്രാജ്യത്വ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പശ്ചിമേഷ്യയ്ക്ക് മേലെയുള്ള ആധിപത്യത്തിന് കോട്ടം തട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് വടക്കൻ കൊറിയയുടെ കാര്യമാണ്. വടക്കൻ കൊറിയ സ്വന്തം നിലയ്ക്ക് ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആണവായുധ ശക്തി ആയതുകൊണ്ട് തന്നെ വടക്കൻ കൊറിയയായിട്ട് മുട്ടാനായി ഈ പറയുന്ന പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്കൊരു ആശങ്കയുണ്ട്. അതെവിടെ കൊണ്ടെത്തും എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത്തരമൊരവസ്ഥ പശ്ചിമേഷ്യയിൽ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെന്നൊക്കെയുള്ള ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് 2015 ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ 5 രാജ്യങ്ങളും കൂടാതെ ജർമ്മനിയും പങ്കാളി ആയിക്കൊണ്ട് ഇറാനുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ യുറേനിയം ധാതുവിൻ്റെ സമ്പുഷ്ടീകരണം അത് ഏത് പരിധിവരെ ആകാമെന്നതിനെക്കുറിച്ചും എത്രത്തോളം ആകാമെന്നുള്ളതിനെക്കുറിച്ചാണ് ആ കരാറിലുണ്ടായത്. ആ കരാറ് നടപ്പാക്കി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കാൻ ഇറാന് കഴിയുമായിരുന്നില്ല. ഇറാൻ അതിന് സമ്മതിച്ചു, ആ കരാറിന് സമ്മതിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറാൻ ലോകതലത്തിൽ നിലനിൽക്കുന്ന സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടി സൃഷ്ടിച്ചെടുത്ത ആണവായുധ നിർമ്മാണത്തിൽ തങ്ങളുടെ കുത്തക നിലനിർത്താൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തങ്ങളുടെ ആശയങ്ങൾക്കും വീക്ഷണങ്ങൾക്കും വിരുദ്ധമായൊരു കാര്യമാണ് എന്ന് അതിൻ്റെ ഭരണാധികാരികൾ പല ആവർത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും 2018
ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം ആ കരാർ റദ്ദാക്കുക എന്നുള്ളതാണ്. അത് റദ്ദാക്കിയതോടുകൂടി പിന്നെ മാത്രമല്ല ഉപരോധങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധങ്ങളൊന്നും കൂടി ശക്തിപ്പെടുത്തി. അപ്പോൾ അത് വന്നപ്പോഴാണ് പിന്നെ ഇറാൻ വീണ്ടും ആണവ ഇന്ധനത്തിൻ്റെ, യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജൂതന്മാരുടെ രാജ്യമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഗസയിൽ നടത്തിയിരിക്കുന്ന മനുഷ്യ നരഹത്യക്ക് ശേഷം, അതിൻ്റെ തുടർച്ച ആവർത്തിച്ചിട്ടുള്ള അത്തരം സംഭവങ്ങൾക്ക് ശേഷം ലോകതലത്തിൽ തന്നെ പല രാജ്യങ്ങളുമുള്ള യഹൂദികൾ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. സയണിസം അല്ല യഹൂദിസം, യഹൂദ മതം, അതിനെ പ്രതികരിക്കാൻ സയണിസ്റ്റുകൾക്ക് അവകാശമില്ല എന്ന് പല മതപുരോഹിതരും, മതപുരോഹിതരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ സയണിസ്റ്റ് രാജ്യം ഒരു സാമ്രാജ്യത്വ ഔട്ട്പോസ്റ്റാണ്, അല്ലാതെ ജൂതന്മാരുടെ രാജ്യമൊന്നുമല്ല. അവിടുത്തെ അധികാരം എന്ന് പറയുന്നതിന് മുമ്പ് ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നൊരു കാര്യമാണ്, യൂറോപ്യന്മാരാണ്, യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ഭരണാധികാരികൾ. മതപരമായിട്ട് അവർ യഹൂദരാണ്. അതേപോലെ തന്നെ ആഫ്രിക്ക, ഏഷ്യ, മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യഹൂദരും അവിടെ ഉണ്ട്. എങ്കിലും അധികാരം നിയന്ത്രിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വന്ന വെള്ളക്കാരായിട്ടുള്ള യഹൂദരാണ്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യക്കാരാണ്. അപ്പോൾ യൂറോപ്യന്മാർ ലോകതലത്തിലൊക്കെ പോയിട്ട് കോളനികൾ സ്ഥാപിച്ചിരിക്കുന്ന പോലൊരു കോളനിയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പശ്ചിമ സാമ്രാജ്യത്വ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഗാഢബന്ധത്തിൻ്റെ ഒരു ഘടകം ഈ വംശീയതയാണ്. അതായത് വെള്ളക്കാരെന്നുള്ള വംശീയത. അറബുകളോടും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളോടൊക്കെ തന്നെ അവരുടെ മനോഭാവം, ഈ പ്രദേശങ്ങളിൽ നിന്ന് വന്ന യഹൂദരോട് തന്നെയുള്ള മനോഭാവം, ആ വംശീയത വ്യക്തമായിട്ടും പ്രകടമായിട്ടുണ്ടാവും. അപ്പോൾ ഈ വിഷയം ഒരു വശത്തും, മറുവശത്ത് പശ്ചിമേഷ്യയുടെ തന്ത്രപരമായ പ്രാധാന്യവും. കാരണം എണ്ണ ഉൽപ്പാദനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതിവാതക ഉൽപ്പാദനത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രധാന കേന്ദ്രം ലോകതലത്തിൽ പശ്ചിമേഷ്യയാണ്. അതിൽ ഇറാന് നിർണായക പങ്കുമുണ്ട്. അപ്പോൾ എണ്ണയുടെ മേലുള്ള നിയന്ത്രണം നിലനിർത്തുകയാണെങ്കിൽ, പ്രകൃതിവാതകങ്ങൾക്കും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിനും മറ്റുമുള്ള നിയന്ത്രണം നിലനിർത്തുകയാണെങ്കിൽ ലോക സമ്പദ്ഘടനയിൽ തന്നെ നിർണായകമായൊരു ശക്തിയായിട്ട് തുടരാൻ കഴിയും. ഇതാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു പ്രധാന താല്പര്യം. ഈ യുദ്ധത്തിലായാലും കൊള്ളാം, ഇതിന് മുമ്പുള്ള യുദ്ധങ്ങളിലായാലും ശരി, ഇറാഖിലും സിറിയയിലൊക്കെ തന്നെ നടന്നിരിക്കുന്ന യുദ്ധങ്ങളിലായാലും ശരി, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മറ്റ് പശ്ചിമ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പ്രധാന താല്പര്യം അത് തന്നെയാണ്. ഇനി ഇറാൻ്റെ കാര്യം നോക്കാം. ഇറാൻ ഒരു മതാധിപത്യ ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്. ജനവിരുദ്ധമായ നയങ്ങളാണ് അവർ നടപ്പാക്കുന്നത്. അതിനെതിരെ പല വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ അങ്ങേ നിഷ്ഠൂരമായ രീതിയിലാണ് അവർ അടിച്ചമർത്തിയിരിക്കുന്നത്. ഹിജാബ് ധരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ തല്ലിക്കൊന്ന കാര്യമൊക്കെ അത് വലിയൊരു ഒച്ചപ്പാടും ബഹളമായി, വലിയ പ്രക്ഷോഭമായി, അവസാനം രാജ്യവ്യാപകമായ പ്രക്ഷോഭമായിട്ട് മാറി. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ തന്നെ നിരവധി ആൾക്കാരെ തൂക്കിക്കൊന്നിട്ടുണ്ട്. മൃഗീയമായി ശിക്ഷകളാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ജനവിരുദ്ധ ഭരണം തന്നെയാണത്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല അതിൻ്റെ ഭരണവർഗത്തിൻ്റെ വർഗസ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ദല്ലാൾ ഭരണം തന്നെയാണത്. അല്ലാതെ ഒരർത്ഥത്തിലും സ്വതന്ത്രമായ ഒരു ഭരണമല്ല അവിടെ നിലനിൽക്കുന്നത്. സാമ്രാജ്യത്വ ശക്തിയോട് വിധേയപ്പെട്ട് കിടക്കുന്ന ഭരണവർഗ്ഗങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഉപരോധങ്ങളും മറ്റൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വമായിട്ട് കടുത്ത വിരോധമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ജർമ്മൻ സാമ്രാജ്യത്വം, ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളൊക്കെ ആയിട്ട്, സാമ്രാജ്യത്വ രാജ്യങ്ങളുമായിട്ടും നല്ല അടുത്ത ബന്ധങ്ങൾ തന്നെയാണ് ഇറാനിയൻ ഭരണാധികാരികൾ നിലനിർത്തിയിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്. ഈ രാജ്യങ്ങൾ, ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ വൻകിട കുത്തകകൾ, ഉദാഹരണത്തിന് ജർമ്മനിയുടെ വോക്സ് വാഗൻ, അതുപോലെ BSF, പിന്നെ എന്താ പറയുക സീമെൻസ്, ഇതുപോലുള്ള കമ്പനികൾ, ജപ്പാൻ്റെ മിറ്റ്സുബിഷി, ടൊയോട്ടോ പോലെയുള്ള കമ്പനികൾ, ഇവരൊക്കെ തന്നെ ഇറാനിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ജനവിരുദ്ധ ഭരണകൂടം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ഭരണവർഗ്ഗങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ദേശീയ താല്പര്യങ്ങളെ കാത്തുരക്ഷിക്കുന്നതിൽ വലിയ പരിമിതിയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ സദ്ദാമിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. ഒരു കാലത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പാവയായി ഇറാന് നേരെ മറ്റു രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സദ്ദാം തങ്ങൾക്ക് ഇവരുടെ പരിധിയിൽ നിൽക്കാതെ കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ സാമ്രാജ്യം സദ്ദാമിനെതിരെ തിരിഞ്ഞത്. അതവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇറാൻ ഭരണാധികാരികളും ആത്യന്തികമായിട്ട് എന്ത് നിലപാടെടുക്കും, അവസാനം വരെയും ഈ സാമ്രാജ്യത്വ ആക്രമണത്തെ, ഇപ്പോൾ നടന്നിരിക്കുന്ന കടന്നാക്രമണത്തിന് ചെറുക്കാനായിട്ടും അതിനെ പരാജയപ്പെടുത്താനായിട്ടും നിലപാടെടുക്കോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ജനങ്ങളെ അതിനെ എത്രത്തോളം ആശ്രയിക്കാൻ കഴിയുന്നതാണ് അവിടെ പ്രശ്നം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആക്രമണം പൊതുവിൽ ജനങ്ങൾക്കിടയിൽ, ഇറാനിയൻ ജനങ്ങൾക്കിടയിൽ അതിനെതിരെയുള്ളൊരു വികാരമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഭരണാധികാരികൾക്കെതിരെ നെതന്യാഹു അത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇറാനിയൻ ഭരണാധികാരികളെ ഇല്ലാതാക്കാനായിട്ട്, അത് ഭരണം അട്ടിമറിക്കാനായിട്ട് സുവർണാവസരമാണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അങ്ങനെ ഒരു സമീപനമല്ല പൊതുവിൽ ഇറാനിയൻ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ളൊരു കടന്നാക്രമണമായിട്ടാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനെ ചെറുത്ത് നിൽക്കുമ്പോൾ അവർ പങ്കാളികളാകാൻ താല്പര്യപ്പെട്ടിട്ടുമുണ്ട്. ആ ദേശീയ വികാരം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ ദേശീയ വികാരത്തിനൊത്ത രീതിയിൽ നിലപാടെടുക്കാനായിട്ട് ഇറാനിയൻ ഭരണവർഗ്ഗങ്ങൾക്ക് അവരുടെ വർഗ സ്വഭാവം കൊണ്ട് തന്നെ സാധ്യമാണോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ വിപ്ലവ ശക്തികൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഇറാൻ്റെ അകത്തും പുറത്തുമുള്ള വിപ്ലവ ശക്തികൾ എത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെ വിദേശത്തു നിന്നൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, സാമ്രാജ്യത്വ ശക്തികളുടെ ഒത്താശയോടുകൂടി ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഫലത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പ്രോക്സി യുദ്ധം തന്നെയാണത്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ദേശീയ ഐക്യമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഇറാനിയൻ ഭരണാധികാരികൾക്കെതിരെയുള്ള എതിർപ്പും മറ്റൊക്കെ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടാകണം എന്നൊരു സമീപനമാണോ അവിടെയുള്ള വിപ്ലവ ശക്തികൾ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ശക്തികൾ അത്തരമൊരു സമീപനമാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നത്, ഒരു മുൻ മാതൃകയായിട്ട് എടുക്കാവുന്നത്, ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ കാലത്ത് സഖാവ് ചാരു മജുംദാർ എടുത്ത സമീപനമാണ്, മുന്നോട്ട് വെച്ച സമീപനം. അന്നത്തെ CPIMൻ്റെ നേതൃത്വമായിരുന്ന സെക്രട്ടറി ആയിരുന്നു സഖാവ് ചാരു മജുംദാർ. പാർട്ടിയുടെ നിലപാടായിരുന്നു. അന്ന് പാർട്ടിക്കകത്തുള്ളൊരു വിഭാഗം ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പട്ടാളം അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. ആ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ പാകിസ്ഥാനിൻ്റെ ഭരണാധികാരി യാഹ്യ ഖാനാണ്, സൈനിക സ്വേച്ഛാധിപത്യമാണ് നിലനിൽക്കുന്നത്. ആ ഭരണമാകട്ടെ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയെ അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുന്നുണ്ടായിരുന്നു, കൂട്ടക്കൊലകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ അത് തൽക്കാലം മാറ്റിവെച്ചിട്ട് യാഹ്യ ഖാനുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ വ്യാപനവാദത്തിൻ്റെ കടന്നാക്രമണത്തിന് ചെറുക്കാനായിട്ടാണ് ബംഗ്ലാദേശിലെ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ വിപ്ലവ ശക്തികൾ മുന്നോട്ട് വരേണ്ടത് എന്നായിരുന്നു CPI-MLൻ്റെ അകത്തുള്ള ഒരു വിഭാഗം അന്ന് വാദിച്ചിരുന്നത്. യാഹ്യ ഖാൻ ഇതോടുകൂടി ഒരു ദേശീയ ഭൂഷ്വാസിയുടെ സ്വഭാവം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യാപനവാദത്തിനെതിരെ ചെറുത്ത് നിൽക്കുന്നതിൻ്റെ ഫലമായി. കാരണം ഇന്ത്യൻ വ്യാപനവാദത്തിൻ്റെ പുറകിൽ അന്ന് സോവിയറ്റ് സോഷ്യൽ സാമ്രാജ്യത്വം ഉണ്ടായിരുന്നു. ഇത്തരം നിലപാടാണ് ഇവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ സഖാവ് ചാരു മജുംദാർ അതിനെ വിമർശിക്കുകയും ഖണ്ഡിക്കുകയും അതല്ല, നേരെ മറിച്ച് ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വിപ്ലവ ശക്തികൾ ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണവും അവരെ മർദ്ദനവും അവസാനിപ്പിക്കാനായിട്ട് യാഹ്യ ഖാനോട് ആവശ്യപ്പെടുകയും ജനങ്ങളോടൊത്ത് ഈ വിദേശ ആക്രമണ ശക്തിക്കെതിരെ ഒന്നിച്ച് പോരാടാനായിട്ട് സന്നദ്ധമാകണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ആഹ്വാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ രണ്ട് ശക്തികൾക്കുമെതിരെ പോരാട്ടം തുടരുകയാണ് വേണ്ടതെന്ന് യാഹ്യ ഖാൻ അത് അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരെയുള്ള കിഴക്കൻ പാകിസ്ഥാനിൽ പിന്നീട് ബംഗ്ലാദേശായ രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെയുള്ള ബംഗാളികൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാത്തിടത്തോളം കാലം എന്ന് പറയുമ്പോൾ ഒരു പുതിയ സാഹചര്യം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ദേശീയ വൈരുദ്ധ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷെ ആ ദേശീയ വൈരുദ്ധ്യം വരുന്നതോടുകൂടി ഈ അപ്പുറത്ത് നിൽക്കുന്ന
പിന്തിരിപ്പൻ ശക്തി, ആ പിന്തിരിപ്പൻ ശക്തി തീർച്ചയായിട്ടും ഈ ദേശീയ വൈരുദ്ധ്യത്തിന് ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലിനെ ഒന്നുകൂടി ദൃഢപ്പെടുത്താനാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. കാരണം അതിൻ്റെ ദേശവിരുദ്ധ സ്വഭാവം, അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ദല്ലാൾ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചാരു മുജുംദാർ പറഞ്ഞത്, ഒറ്റ രാത്രി കൊണ്ട് യാഹ്യ ഖാൻ അങ്ങനെ ദേശീയ വിശ്വാസിയൊന്നും ആയിട്ടില്ല, നേരെ മറിച്ച് ഇതാണ് അതിൻ്റെ സാഹചര്യം. അപ്പോൾ ഇത്തരമൊരു നയമാണ് വിപ്ലവ ശക്തികൾ സ്വീകരിക്കേണ്ടത്. ഇറാൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് ശരി, അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അവിടെയുള്ള വിപ്ലവ ശക്തികൾ എങ്ങനെയാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം മറ്റൊന്നും പറയാൻ പറ്റില്ല. വരും ദിവസങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ലഭിക്കുമായിരിക്കും. ഇനി ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മോഡി ഭരണം, സയനിസ്റ്റ് ഭരണത്തോടുള്ള ചങ്ങാത്തം എവിടം വരെയും പോയിരിക്കുന്നു എന്നുള്ളത്. ഇന്ത്യ കൂടി അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ് ഷാങ്ഹായ് സഹകരണ സംഘം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, SCO എന്ന് പറയുന്ന സംഘടന. ഇന്ത്യ അതിൽ അംഗമാണ്, ഇറാനും അതിൽ അംഗമാണ്. അപ്പോൾ തങ്ങൾ അംഗമായ ഒരു സംഘടനയിൽ ഒരു അംഗരാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം കടന്നാക്രമണം നടത്തുമ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് ഈ പറയുന്ന SCO ഇറക്കിയ പ്രസ്താവനയിൽ ഒപ്പിടാൻ മോഡി ഭരണം തയ്യാറായിട്ടില്ല, വിസമ്മതിച്ചിരിക്കുന്നു. അതിന് പകരം സംയമനം പാലിക്കണം ഇരു കൂട്ടരും എന്നുള്ളൊരു അർത്ഥശൂന്യമായൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഒരു പറയുന്ന ഇതിൽ ഒരു ആൾ സംയമനം പാലിക്കേണ്ട ഒരു കൂട്ടർ മറ്റേ കൂട്ടരെന്ന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്, അവരതിനെ പ്രതിരോധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രണ്ട് കൂട്ടരും സംയമനം പാലിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആക്രമണകാരികളുടെ ആക്രമണത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ആക്രമണകാരി എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഒരഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറുക എന്ന് പറയുമ്പോൾ ആക്രമണത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ അവരുടെ അംബാസഡർ ഇന്ത്യ ഈ പ്രസ്താവനയിൽ ഒപ്പിടാത്തത് വളരെ നന്നായിരിക്കുന്നു, സന്തോഷകരമായ കാര്യമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് പിന്തുണ കിട്ടുന്നൊരു കാര്യമാണ്. ഇതിവിടെ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ ഗസയിൽ അടിയന്തരമായിട്ടും വെടിയിരുത്തൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നൊരു പ്രമേയം വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്നും മോഡി സർക്കാർ വിട്ടുനിന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വമായിട്ടുള്ള ചങ്ങാത്തം ഒന്നും കൂടി ദൃഢപ്പെടുത്തുക, സയനിസ്റ്റ് ഭരണകൂടമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്നൊരു താല്പര്യമാണ് മുഴച്ചു നിൽക്കുന്നത്. ഇതേ സമയത്ത് ഇറാനുമായിട്ടും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പല നിർണായകമായ ബന്ധങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടും ചാബഹാർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള തുറമുഖമാണ്, ഇറാനിലുള്ള തുറമുഖം. ആ തുറമുഖം പണിയുന്നതിൽ ഇന്ത്യ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ആ തുറമുഖം വഴി പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമൊക്കെയുള്ള ഗതാഗതവും ചരക്ക് നീക്കമൊക്കെ സുഗമമാക്കാൻ കഴിയുന്നുള്ള കണക്കൂട്ടലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാബഹാർ തുറമുഖം ഇന്ത്യയുടെ പങ്കാളിത്തം ഇറാനിൽ നിൽക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇറാൻ ഭരണാധികാരികളായിട്ടുള്ള സൗഹാർദ്ദവും ബന്ധത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനേക്കാൾ ഏറെയായിട്ട് ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ ചൊൽപ്പടിക്ക് നിൽക്കാനായിട്ടും അതുപോലെ തന്നെ സയനിസ്റ്റുകളായിട്ടുള്ള ശക്തി ഊട്ടിയുറപ്പിക്കാനുമായിട്ടാണ് മോഡി സർക്കാർ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനപര കാരണം എന്ന് പറയുന്നത് സംഘികളുടെ ആശയശാസ്ത്രം, ബ്രാഹ്മണ്യവാദവും ഇസ്രയേലി ഭരണാധികാരികളുടെ സയനിസ്റ്റുകളുടെ ആശയശാസ്ത്രമായ സയനിസവും അടിസ്ഥാനപരമായിട്ട് വംശീയതയിൽ അടിയുറച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അവരെ അടുപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രണ്ട് കൂട്ടരെ സംബന്ധിച്ച് ഒരു പൊതു ശത്രുവായിട്ട് കാണുന്ന മുസ്ലിങ്ങളെയാണ്. അപ്പോൾ ഈ ഒരു ബന്ധമാണ് മോഡി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്, സംഘി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അല്ലാതെ സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടുകളോ അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ ഏറെക്കാലമായിട്ട് കൊണ്ടു നടന്ന ചേരിചേരാ നയമോ ഒന്നും അല്ല എന്നാണ് ഈ സംഭവവികാസം ഒന്നുകൂടി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലാണ് നമുക്കത് യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ്, വഴിതിരിവ് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകണമെന്ന് അറിയാൻ പറ്റുക. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സയനിസ്റ്റുകളുടെ അവകാശവാദത്തെ അപ്രതിരോധ്യമായ ഒരു പ്രതിരോധ സൃഷ്ടിച്ചിട്ടുണ്ട്. മിസൈൽ ആക്രമണം ഞങ്ങളെ ബാധിക്കില്ല, അതിനൊക്കെ തടയാനുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദം പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്.
ഇന്നലത്തെ കണക്ക് പ്രകാരം 18,000-ഓളം അവിടെയുള്ള പൗരന്മാരാണ് കെട്ടിടം തകർന്നതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരത്തിനായിട്ട് അവിടുത്തെ സർക്കാരിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് വരുന്ന പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ഇടതടവില്ലാതെ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ആൾക്കാർ വീട്ടിൽ നിന്നെടുത്ത് പരക്കം പാഞ്ഞ് ഷെൽട്ടറിലേക്ക് പോകുന്നതിൻ്റെ ചിത്രമാണ് പറയുന്നത്. അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഇതൊക്കെയാണ് വിവരം. വൈദ്യശാസ്ത്ര രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള മുറിവുകളൊക്കെയാണ് ഇപ്പോൾ ചികിത്സിക്കേണ്ടി വരുന്നത്. ഇവരാണ് അപ്പുറത്ത് പോയിട്ട് ഗസയിൽ ഇതിനെക്കാട്ടും ഭീകരമായ മുറിവുകളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എത്രയോ കുട്ടികളാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ആ അനുഭവം ഇന്നിപ്പോൾ ഇസ്രയേലുകൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ തകരുന്നു, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്നു, ആകെ അനിശ്ചിതത്വം, എപ്പോഴാണ് ബോംബ് വീഴുക, എവിടെയാണ് ബോംബ് വീഴുക എന്നറിയാത്ത പരക്കം പാച്ചിൽ, അവരുടെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ തകരുന്നു, ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഹൈഫ തുറമുഖം അദാനി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ തുറമുഖത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നിരിക്കുന്നു. അവിടെയുള്ളൊരു എണ്ണ ശുദ്ധീകരണശാല കേടുപാട് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു അപ്രതിരോധ്യമായ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം അതിന്ന് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലി പത്രങ്ങൾ അതിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇറാനെതിരെ തന്ത്രപ്രധാനമായ രീതിയിൽ അതിഗംഭീരമായ ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞെങ്കിലും തിരിച്ച് സ്വന്തം ജനങ്ങൾക്ക് നേരെയും ഒരു ആക്രമണമായിരുന്നു അത് എന്ന് ഇസ്രായേലി ഭരണാധികാരികൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നാശനഷ്ടം ആരും പ്രതീക്ഷിച്ചില്ല, ഇതുപോലെ അടി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഈ യുദ്ധത്തിൻ്റെ ഗതിവിധികൾ എന്തു തന്നെ ആയാലും ശരി, അതവിടെ നിൽക്കും. അതിൻ്റെ അപ്രതിരോധ്യത്തെക്കുറിച്ചുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, മേനി പറച്ചൽ, അത് പൊളിഞ്ഞിരിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുന്ന കാര്യം. കഴിഞ്ഞ 30 ദിവസമായിട്ട് മലപ്പുറം കളക്ടറേറ്റിൻ്റെ മുമ്പിൽ ഒരു സംഘം ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയുള്ള സമരവുമായി ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് ഗ്രോ വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സമരത്തിനെ പിന്തുണച്ച് ഇത്രയും ദിവസം അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഈ സമരം പുതിയൊരു അവകാശം ഉന്നയിക്കലല്ല, നേരെ മറിച്ച് ഇതിനു മുമ്പ് നടത്തിയൊരു സമരം, 314 ദിവസം നീണ്ടു നിന്നൊരു സമരം, 2023-24 കാലത്തെ ഈ നീണ്ടു നിന്നൊരു സമരത്തിൽ ഒടുവിൽ കളക്ടർ നൽകിയൊരു ഉറപ്പ്, ഇവരവകാശപ്പെടുന്നത് പോലെ, ആവശ്യപ്പെടുന്നത് പോലെ ഭൂമി നൽകും എന്ന് നൽകിയൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചിരുന്നു അന്ന്. ആ വാക്ക് ഇതുവരെയും പാലിച്ചിട്ടില്ല. ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞതിനെ നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കളക്ടർ വാക്ക് പാലിക്കണമെന്ന് നിർബന്ധം പൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ആദിവാസികളുടെ വിവിധ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് ഭൂപ്രശ്നത്തിൽ ആവർത്തിച്ച് നടത്തുന്ന വിശ്വാസവഞ്ചനയാണ്. മുമ്പ് 1975 നിയമം പാസ്സാക്കിയിരുന്നു, അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അതൊരിക്കലും നടപ്പാക്കിയില്ല. മാത്രമല്ല ഒടുവിലത് ആ നിയമം തന്നെ റദ്ദാക്കി മറ്റൊരു ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്തത് ഇടതുപക്ഷ സർക്കാർ, നായനാർ സർക്കാർ. അങ്ങനെയാണ് അയ്യങ്കാളിപ്പാടയുടെ സമരവും മറ്റൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള അതിനുശേഷം പിന്നീട് ജാനുവിൻ്റെ മറ്റു നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആൻ്റണി സർക്കാർ കുറേ വാഗ്ദാനങ്ങൾ നൽകി, ഒത്തുതീർപ്പുണ്ടാക്കി, അതും പാലിച്ചില്ല. അത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടി മുത്തങ്ങയിൽ അവർ ഭൂമി കയ്യേറി കുടിൽ കെട്ടി താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് നേരെ ഭീകരമായിട്ടുള്ള കടന്നാക്രമണം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഓരോരോ കാര്യങ്ങൾ പറയുക, അത് ചെയ്യും ഇത് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ നൽകുക, എന്നിട്ട് അത് ലംഘിക്കുക. ആദിവാസികളുടെ കാര്യത്തിൽ ഇത് ആവർത്തിച്ച് നടക്കുന്നൊരു കാര്യമാണ്.
അപ്പോൾ നിലമ്പൂർ നിന്നാണ് ഈ സമരം കഴിഞ്ഞ വർഷം നടന്നത്. കാരണം അവിടെയുള്ള ആദിവാസികളാണ് അവർ. കളക്ടർ നൽകിയ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് ഈ വീണ്ടും സമരം ചെയ്യേണ്ടി വന്നതെന്നുള്ളത് കൊണ്ടാണ് അവർ സമരത്തിനെ മലപ്പുറം കളക്ടറേറ്റ് പടിയിലേക്ക് മാറ്റിയത്. വിഷയം നിലമ്പൂരാണ്. നിലമ്പൂർ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞതേ ഉള്ളൂ. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രചരണത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഈ പ്രശ്നം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി? ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ അങ്ങനെ അവഗണിച്ച് തള്ളുന്ന, പരിഗണനയിൽ പോലും വരാത്ത ഒരു വിഷയം തന്നെയായിട്ടാണ് ഇപ്പോഴും ആദിവാസികളുടെ ഭൂപ്രശ്നം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം, മർദ്ദിതർക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും തന്നെ ആ സമരത്തിന് പിന്തുണയ്ക്കുകയും അതിനെ സഹായിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് മലപ്പുറം കളക്ടറേറ്റിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു സംസ്ഥാന പ്രശ്നമായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. 1990കളിൽ നരസിംഹറാവുവും മറ്റും ആഗോളവൽക്കരണ നയങ്ങൾ, ഉദാരവൽക്കരണ നയങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങിയ കാലം മുതൽ തന്നെ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യണം, പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച ഉയർത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെയും അതുപോലെ തന്നെ വൻകിട മുതലാളിമാരുടെയും നിർബാധമായ ചൂഷണത്തിന് തടസ്സം നിൽക്കുന്നതാണ് ആ നിയമങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ ഭേദഗതി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഒടുവിൽ അതെല്ലാം നിയമമാക്കി മാറ്റിയത് ഈ പറയുന്ന സംഘീയ സർക്കാരിൻ്റെ ഭരണകാലത്താണ്. പക്ഷെ ഇപ്പോഴും അത് അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കിയിട്ടില്ല. വിവിധ സംസ്ഥാന സർക്കാരുകൾ വഴി നടപ്പാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കവും നടക്കുന്നുണ്ട്. മോഡി സർക്കാർ, സംഘികളുടെ സർക്കാർ, അവർ ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ അത് നടപ്പാക്കിയെടുക്കുക സ്വാഭാവികം തന്നെ. ഒരേ നയം തന്നെയുള്ളവർക്കുള്ളത്. ഒട്ടി നിൽക്കുന്നവരും അത് ചെയ്യുന്നത് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു തൊഴിൽ സമയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്, 10 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരും ചെയ്തിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ സർക്കാർ ഇപ്പോൾ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് തൊഴിൽ സമയത്തെ 10 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓവർ ടൈം സമയം 144 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 50 മണിക്കൂറിൽ നിന്നാണ് 144ലേക്കുള്ള വർധനവെന്ന് ഓർക്കണം. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ ചെറുകിട ഫാക്ടറികളിൽ തൊഴിൽ നിയമങ്ങളൊക്കെ, നേരത്തെയുള്ള തൊഴിൽ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ 8 മണിക്കൂർ തൊഴിൽ സമയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ 12 മണിക്കൂറാണ് പൊതുവിൽ പലയിടത്തും നിൽക്കുന്നത്. ഇപ്പോൾ ഫരീദാബാദ് ഉൾപ്പെടെയുള്ള പല വ്യാവസായിക കേന്ദ്രങ്ങളിലെ ചെറുകിട ഫാക്ടറികളിൽ, അതുപോലെ തന്നെ മാരുതി പോലുള്ള വൻകിട ഫാക്ടറികളിലും 12 മണിക്കൂറൊക്കെ തന്നെ തൊഴിൽ സമയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഔപചാരികമായിട്ടതല്ല. അതിന് വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ മറച്ചു വയ്ക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതൊരു നിയമമാക്കുന്നതിലൂടെ അങ്ങനെയുള്ള തൊഴിൽ സമയ വർധനവിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം സ്ഥാപിച്ചെടുക്കാനാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ തൊഴിലാളി സമരങ്ങളിലൂടെയാണ്, ലോകതലത്തിൽ നടന്ന സമരങ്ങളിലൂടെയാണ് 8 മണിക്കൂർ പണി ദിവസം സ്ഥാപിക്കപ്പെട്ടത്, തൊഴിലാളികളുടെ ഒരു അവകാശം എന്ന നിലയ്ക്ക്. അതിനെയാണ് കുറേ വർഷങ്ങളായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ തന്നെയുള്ളൊരു വെല്ലുവിളിയായിട്ട് ഇതിനെ മനസ്സിലാക്കുകയും അതിനെ ചെറുക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിലെ തൊഴിൽ ശക്തിയിൽ ഭൂരിഭാഗവും എന്നത്തെക്കാളും അധികമായിട്ടും അസംഘടിത തൊഴിലാളികളാണ്. അസംഘടിതം എന്ന് പറയുമ്പോൾ യൂണിയനിലില്ല എന്നുള്ള ആ അർത്ഥത്തിലല്ല, നേരെ മറിച്ച് കരാർ തൊഴിലാളികളാണവർ, സ്ഥിരം തൊഴിലാളികളല്ല. അതുകൊണ്ട് തന്നെ പല തൊഴിൽ അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന പല തൊഴിൽ മേഖലകളും, ഉദാഹരണത്തിന് ഗിഗ് തൊഴിൽ, ഈ പറയുന്ന സൊമാറ്റോ, സ്വിഗ്ഗി, യൂബർ, ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ ആ പ്രശ്നം രൂക്ഷമായി നിൽക്കുന്നുണ്ട്.
അവർ അതിനെതിരെയൊക്കെ കുറേശ്ശെയായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവർ, അങ്ങനെ പല വിഭാഗങ്ങൾ ആൾക്കാരും സംഘടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ശക്തിയുടെ ശക്തമായൊരു ഇടപെടലിലൂടെ മാത്രമേ അസംഘടിതരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചെറുകിട മേഖലകളിൽ നിൽക്കുന്ന തൊഴിലാളികളുടെ, കരാർ തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്നവരുടെ അതിശക്തമായൊരു ഇടപെടലിലൂടെ മാത്രം, ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമാണ് തൊഴിൽ സമയത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും പഴയ അവസ്ഥ നേടിയെടുക്കാൻ, നിയമപരമായിട്ടെങ്കിലും നേടിയെടുക്കാൻ ഇനി സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു നീക്കമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്.